സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെ നമുക്ക് ഓർക്കാം, നമ്മുടെ വേദനകൾ നമുക്ക് ഓർക്കാം. എൻ്റെ തമ്പുരാൻ എന്തോ പദ്ധതിയുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സഹനങ്ങളൊന്നും വെറുതെ ആവില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും വെറുതെ ആവില്ല. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഓർക്കുക, എൻ്റെ തമ്പുരാൻ്റെ സ്നേഹം എൻ്റെ ചുറ്റിനുമുണ്ട്. എന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് എന്തു വന്നാലും ആരുപേക്ഷിച്ചാലും എന്നെ താങ്ങുന്നൊരു കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടല്ല, മണ്ണിനോടല്ല, മരത്തോടല്ല, ദൈവത്തോടാ. ഇന്നും ജീവിക്കുന്ന ദൈവത്തോട്, ഇന്നും അനുഗ്രഹിക്കുന്ന ദൈവത്തോട്, ഇന്നും പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തോട്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണേ. നിന്റെ പ്രശ്നങ്ങൾ എത്രമാത്രം കഠോരമാണെങ്കിലും, എത്രയേറെ വേദനയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. തുല്യം ചൊല്ലാൻ ഒരിക്കലും കഴിയാത്തൊരു സ്നേഹം എൻ്റെ തമ്പുരാന്റെ സ്നേഹം. ആ സ്നേഹത്തോളം പകരം വയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചാലും, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എത്രമാത്രം ഒറ്റപ്പെടുമ്പോഴും നീ ചിന്തിച്ചോളണം, എൻ്റെ തമ്പുരാനുണ്ട് എൻ്റെ കൂട്ടിന്. വേറെ ആരും എന്നെ നോക്കിയില്ലെങ്കിലും അവൻ എന്നെ നോക്കും, അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ സ്നേഹിക്കും, അവൻ എന്നെ ചേർത്ത് പിടിക്കും, അവൻ എനിക്ക് വേണ്ട ഓരോ കൃപകളും തരും. പൂർവ്വ ജോസഫ് സ്വന്തം സഹോദരങ്ങളാൽ വേദനിക്കപ്പെട്ടവനാ, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടവനാ, സ്വന്തം സഹോദരങ്ങളാൽ വേദനിപ്പിക്കപ്പെട്ടവനാ, കുറ്റം വിധിക്കപ്പെട്ടവനാ, മരണത്തിന് വരെ വിധേയനാക്കപ്പെട്ടവനാ, പൊട്ടക്കിണറ്റിൽ നിന്നും അടിമയായിട്ട് വിൽക്കപ്പെട്ടവനാ, ജയിലിൽ അടയ്ക്കപ്പെട്ടവനാ. ഇത്രയൊക്കെ അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവൻ രക്ഷ പ്രാപിച്ചു എന്നുള്ളതാ. കാരണം എന്താ? ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. സർവത്തെയും നിയന്ത്രിക്കുന്ന ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൻ്റെ ജീവിതത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നതും ഇത് തന്നെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവം കൂടെ വേണം. എൻ്റെ കൂടെ ദൈവം വേണം, എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം വേണം. എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ജോബിൻ്റെ ജീവിതം നമ്മളൊന്ന് വായിക്കേണ്ട ജീവിതമാണ്. ഒത്തിരിയേറെ വേദനകൾ അനുഭവിച്ചൊരു മനുഷ്യൻ, ഒത്തിരിയേറെ സങ്കടങ്ങളേറ്റൊരു മനുഷ്യൻ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കൊടുത്ത ദൈവം അത് തിരിച്ചെടുക്കുകയാണ്. പിശാച് അവൻ്റെ ജീവിതത്തിൽ മാത്രം തൊടാതെ അവൻ്റെ എല്ലാ വസ്തുക്കളിലും അവൻ്റെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. അവസാനം സ്വന്തം സഹോദരങ്ങളെപ്പോലെ കരുതുന്ന സുഹൃത്തുക്കൾ അവനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ജോബേ, നിനക്കൊന്ന് ശപിച്ചുകൂടെ നിൻ്റെ ദൈവത്തെ? നിനക്കൊന്ന് ശപിച്ചുകൂടെ നിൻ്റെ ദൈവത്തെ? സ്വന്തം ഭാര്യ വന്നിട്ട് ജോബിനോട് പറയുന്നുണ്ട്, ജോബേ, തമ്പുരാനെ ഒന്ന് വിട്ടുകളാ, എന്തിനാ ദൈവത്തെ ഇത്രയും മുറുകെ പിടിക്കണേ? ഇത്രയും പീഡനങ്ങൾ തരുന്ന, ഇത്രയും വേദനകൾ തരുന്ന, ഇത്രയേറെ സങ്കടങ്ങൾ തരുന്ന ഒരു ദൈവത്തെ നമുക്ക് വേണ്ട. പക്ഷെ ജോബ് പറഞ്ഞൊരു ഉത്തരവുണ്ട്, സ്വന്തം ഭാര്യയോടും സുഹൃത്തുക്കളോടും പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയാ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് എൻ്റെ തമ്പുരാനെ ഞാൻ സ്തുതിക്കുന്നു. ജോബിൻ്റെ വളരെ സുന്ദരമായൊരു മറുപടിയുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ എന്താ ഇങ്ങനെ, എന്താ എൻ്റെ പ്രശ്നങ്ങൾ മാറാത്തെ, എന്താ എൻ്റെ സങ്കടങ്ങൾ തീരാത്തെ, എനിക്ക് എന്തിനാ ക്യാൻസർ തന്നേ, എനിക്ക് എന്താ പ്രശ്നങ്ങൾ തന്നേ, എനിക്ക് എന്തിനാ ഇങ്ങനെ സങ്കടങ്ങൾ തരണേ, എന്ത് എൻ്റെ ജീവിതത്തിന് മാത്രം ഇങ്ങനെ. ദൈവം ഒത്തിരിയേറെ സ്നേഹിക്കുന്നവർക്കാണ് സങ്കടങ്ങൾ കൊടുക്കുക. ദൈവം ഒത്തിരിയേറെ ചേർത്ത് പിടിക്കുന്നവർക്കാണ് രോഗങ്ങൾ കൊടുക്കുക. ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ച് അനുഗ്രഹിക്കുന്നവർക്കാണ് ഒത്തിരിയേറെ വേദനകൾ കൊടുക്കുക. നിങ്ങൾ ഓർത്തു നോക്കിയേ, സ്വന്തം മകൻ, അവന് കുരിശുമരണ തമ്പുരാൻ കൊടുത്തല്ലേ? സ്വന്തം മകന് തന്നെ കുരിശുമരണം കൊടുത്തൊരു തമ്പുരാൻ. പരിശുദ്ധ കന്യകാമറിയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തോരം വേദനകളിലൂടെ കടന്നുപോയി ഒരു സ്ത്രീയാ. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ സങ്കടങ്ങളുമായിട്ട് ജീവിച്ചൊരു സ്ത്രീ. അവസാനം സ്വന്തം മകൻ്റെ
ജീവച്ഛവമായ ശരീരം കയ്യിലെടുത്ത് പിടിക്കേണ്ടി വന്നൊരു സ്ത്രീ. സ്വന്തം മകനെ തൻ്റെ മുമ്പിലിട്ട് മറ്റുള്ളവർ ചവിട്ടിക്കൂട്ടുമ്പോഴും പ്രഹരിക്കുമ്പോഴും അവൻ നിലവിട്ട് കരയുമ്പോഴും ഒന്നും ചെയ്യാനാകാതെ എല്ലാ സങ്കടങ്ങളും വേദനകളും മനസ്സിലൊതുക്കി ജീവിച്ചൊരു സ്ത്രീ. അതാ പരിശുദ്ധ അമ്മ. വിശുദ്ധ യൗസേ പിതാവിനെ എടുത്തു നോക്കിയേ. ഒരക്ഷരം മിണ്ടാൻ പോലും സാധിക്കാതെ ജീവിതം മുഴുവൻ സഹിച്ചു തീർത്ത ഒരു മനുഷ്യൻ. ഏത് പുണ്യവാന്മാരെയും നിങ്ങളെടുത്തോ, ഏത് വിശ്വാസികളെയും നിങ്ങളെടുത്തോ, നമ്മളൊക്കെ തൊട്ടുമുത്തി പ്രാർത്ഥിക്കുന്ന ഓരോ പുണ്യവാന്റെ ജീവിതത്തിലുമുണ്ട് ഓരോ സഹനങ്ങൾ, വേദനകൾ അല്ലേ? അൽഫോൻസ പുണ്യവതി ഒന്ന് ഓർത്തു നോക്കിയേ. സഹിച്ച് 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 ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ചവളാ. വിശുദ്ധ സെബസ്ത്യാനോസിനെ ഒന്ന് എടുത്തു നോക്കിയേ. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുൻപില് നട്ടെല്ല് നിവർത്തി അവൻ നിന്നു തമ്പുരാന് വേണ്ടി. ആദ്യം അവനെ അമ്പെയ്ത് കൊല്ലു, അവൻ മരിച്ചില്ല. പിന്നെയും ചെന്ന് നിൽക്ക, മരണം മുന്നിൽ കണ്ടിട്ട് തന്നെ അവൻ മുന്നിൽ പോയി നിന്നു തമ്പുരാന് വേണ്ടി. നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യരെയാ നമ്മൾ തൊട്ടുമുത്തി പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പേടിച്ചോടാനല്ല തമ്പുരാൻ പറയുക, നിന്റെ സഹനങ്ങളിൽ ദൈവത്തെ ചേർത്ത് പിടിക്കുക. മോശയുടെ ജീവിതം ഒന്ന് ധ്യാനിക്കണം. മോശയ്ക്ക് ഒത്തിരിയേറെ ദുരനുഭവങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു. വിക്കനായിരുന്നു, ഒരു 2 വാക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു, കൊലപാതകിയായിരുന്നു, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിനൊരു കൃപയുണ്ടായിരുന്നു. ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ. കാനായിലെ കല്യാണ വീടൊന്നും എടുത്തു നോക്കിയേ. ആ വീട്ടിൽ ദൈവം ഉണ്ടായിരുന്നു. ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ ദൈവം ഉണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതം ഒന്ന് ധ്യാനിച്ചെടുത്തു നോക്കിയേ. ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എണ്ണമറ്റ പ്രഹരങ്ങൾ, എണ്ണമറ്റ അപകടങ്ങൾ, കല്ലെറിയപ്പെട്ടവൻ, ഒത്തിരിയേറെ പീഡനയേറ്റവൻ, ചാട്ടവാറ കൊണ്ട് അടിയേറ്റപ്പെട്ടവൻ, ഒക്കെ വേദനകൾ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം തൊട്ട മനുഷ്യരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ കാലത്തിൻ്റെ നെറുകയിൽ ഒത്തിരിയേറെ വേദനകൾ ഏൽക്കേണ്ടി വരുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ ദൈവം തൊട്ടിട്ടുള്ളൂ. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഓർക്കുക, എൻ്റെ തമ്പുരാൻ്റെ സ്നേഹം എൻ്റെ ചുറ്റിനുമുണ്ട്. എന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് എന്തു വന്നാലും ആരുപേക്ഷിച്ചാലും എന്നെ താങ്ങുന്നൊരു കർത്താവ് എൻ്റെ മുമ്പിലുണ്ട്.